ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പരിമിതികളെ നൃത്തം കൊണ്ട് മറികടന്ന 2 പെൺകുട്ടികളെ, അവർക്ക് വേണ്ടി ചിലങ്ക അണിഞ്ഞ ഒരു അമ്മയെയും. അങ്ങനെ അവരെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിയേറ്റർ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്ന ചാത്തമംഗലം സ്വദേശി മോളി, മക്കളായ ഐശ്വര്യ. അവരുടെ കഥ നമുക്കൊന്ന് കാണാം. വയസ്സു മുതൽ ചുവടുവച്ചു തുടങ്ങിയതാണ് ഐശ്വര്യയും അരുന്ധതിയും. തളർത്താനെത്തിയ ഡൗൺ സിൻഡ്രോം ഇതോടെ മുട്ടുമടക്കി. അമ്മയില്ലാതെ വേദിയിൽ കയറില്ലെന്ന് ഐശ്വര്യ. അങ്ങനെ മോളിയും ചിലങ്കയണിഞ്ഞു. ഞാൻ അവർക്ക് ചെറുപ്പം മുതൽക്കേ ആ ഒരു പാട്ടിനോടും ഡാൻസിനോടും ഭയങ്കര ഒരു ഇഷ്ടം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇവരെ അച്ഛൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. 14 വർഷമായി. അച്ഛൻ ഒരു കലാകാരനായിരുന്നു. ചിലപ്പോൾ ആ ഒരു കലേൻ്റെതും കൂടി ആയിരിക്കാം കുട്ടികൾക്ക് കിട്ടിയത്. വലിയ മോള് ഐശ്വര്യ ഒറ്റയ്ക്ക് കളിക്കൂല. ഇപ്പം ചെറിയ ആളാണെങ്കിൽ ഇത്തിരി കുശുമ്പുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവളെ കൂട്ടിയല്ലേ കളിക്കുക. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കൂടി ഒന്ന് ശ്രമിച്ചതാണ്. അത്ലറ്റിക്സ്, മാജിക്, അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഐശ്വര്യയും അരുന്ധതിയും. അപ്പോൾ എനിക്ക് എന്താ പറയുക, എന്നെപ്പോലുള്ള ഇങ്ങനത്തെ കുട്ടികളെ പേരൻസിനോട് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും അവരെ അകത്ത് അടച്ചിടുകയോ ഒന്നും ചെയ്യാതെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിക്കാം. ദിനേശ് കുമാർ നെച്ചൂളിക്ക് കീഴിലാണ് മൂവരുടെയും നൃത്ത പഠനം. സൂപ്പറാ. എനിക്ക് ഇങ്ങനെ മാസപ്പോൾ കളിക്കാണ് എനിക്ക് വലിയ ഇഷ്ടം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അമ്മയും മക്കളും അടിപൊളിയാണ്. ഐശ്വര്യയും അരുന്ധതിയാണ് അല്ലെ. അമ്മയും മക്കളും അടിപൊളിയാണ്. പിന്നെ ആ അമ്മ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ആ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അവരെ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് തന്നെ കൊണ്ടുനടക്കുന്നു. കുഡോസ്. അമ്മയ്ക്ക് എന്താ പറയാ, എങ്ങനെയാണ് ആ അമ്മയോട് ആ സ്നേഹം അറിയിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ആശംസകൾ. ഇനിയും മുന്നോട്ട് പോകട്ടെ. ഒരുപാട് പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് ആ ജീവിതം അങ്ങനെ സന്തോഷത്തോടെ പോട്ടെ.